മമ്മൂട്ടി മലയാള സിനിമയുടെ നടുനായകനായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നിട്ട് അനന്തരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്ത് അതിലെ നായകൻ്റെ റോളിലല്ല മമ്മൂട്ടി അഭിനയിച്ചത്, 2ാം സ്ഥാനമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ അത് പറഞ്ഞു കളിപ്പിച്ചതല്ല, ശരിക്കും പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നിട്ട് പോലും താല്പര്യം കാണിച്ചു മമ്മൂട്ടി. ആ പടത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മമ്മൂട്ടിയെ പോലുള്ളൊരു ആക്ടർക്ക് നല്ല റേഞ്ചുണ്ട്, താൻ ചെയ്യുന്ന റോളിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ ആത്മാർത്ഥതയും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പിന്നീട് 2 പടങ്ങളിൽ, അങ്ങനെ 3 പടങ്ങളിൽ ഒരേ നായകൻ അഭിനയിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് മമ്മൂട്ടിയുടെ ആണോ. അതിലെ അനന്തരം മതിലുകൾ വിധേയൻ ഇതിൽ 2 പടത്തിൽ അദ്ദേഹത്തിന് നാഷണൽ ബെസ്റ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. ഫേവറേറ്റ് നായകനാണ് മലയാളം ഇൻഡസ്ട്രിയിലെ? മലയാളം ഇൻഡസ്ട്രിയില് എന്റെ ഫേവറേറ്റ് നടൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു മമ്മൂട്ടി ഫാനും ഒരു മോഹൻലാൽ ഫാനും. നമ്മുടെ ഒരു ജനറേഷന്റെ ഗുണമാണത്. എന്റെ ചേട്ടൻ മോഹൻലാൽ ഫാൻ ആയിരുന്നു, സ്വാഭാവികമായിട്ടും ഞാൻ മമ്മൂട്ടി ഫാൻ ആയിരുന്നു. മമ്മൂക്കയെ പറ്റി പറയാനാണെങ്കിൽ, ഞാൻ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ മമ്മൂക്കാനെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ദ സുൽത്താൻ ഓഫ് സിനിമ, അതായിരിക്കും ഞാൻ മമ്മൂക്കാക്ക് കൊടുക്കുന്ന പേര്. മമ്മൂക്കയുടെ ലൈഫ് സ്റ്റൈലും മമ്മൂക്കയുടെ അപ്പിയറൻസും മമ്മൂക്ക സിനിമയിൽ എന്താണ് അല്ലെങ്കിൽ മലയാളികൾക്ക് എന്താണെന്നുള്ളത് ആ പേരിലുണ്ട്, ദ സുൽത്താൻ. പിന്നെ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുള്ള, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറും ഒരു ഗൈഡുമാണ് മമ്മൂക്ക. ഒരു യങ്സ്റ്റർ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിനിമയോടുള്ള ഒരു മമ്മൂക്കയുടെ ഒരു അപ്രോച്ച്, അതാണ് ശരിക്കും ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഒരു മമ്മൂട്ടി ഫാനാക്കി എന്നെ മാറ്റിയത്. മമ്മൂക്കയുടെ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, മമ്മൂക്ക ഓരോ സിനിമയും മമ്മൂക്ക ചെയ്യുമ്പോൾ ഉള്ള മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഓരോ സിനിമയോടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്താണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ഇപ്പോൾ പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ. രണ്ടും 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന സിനിമ. ഇപ്പോൾ 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മമ്മൂക്ക എടുക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ശരിക്കും ഒരു സിനിമയെ ആത്മാർത്ഥമായിട്ട് കാണുന്ന ഒരാളെന്ന നിലയിൽ എന്നെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് സിനിമയെ സീരിയസ് ആയിട്ട് കാണണം എന്ന് എന്നെ പഠിപ്പിച്ച ഒരാളാണ് മമ്മൂട്ടി. എവിടെയോ വന്നൊരു നിമിത്തമായി വന്നിട്ടുണ്ട്. മമ്മൂട്ടി ഒരുപക്ഷെ ലാലിനെയും സിദ്ദിഖിനെയും ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും. എന്ന് വെച്ചിട്ട് ഈ ലെവലിൽ പറ്റില്ലാന്നോ അല്ലെങ്കിൽ നശിച്ചു ഒന്നും അർത്ഥമില്ല. വേറെ ഏതോ വഴിയിലേക്ക് പോകുമായിരിക്കും. ഇവിടെ ഇരിക്കില്ലായിരുന്നു. ശരിയാ. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ രാഷ്ട്രീയക്കാരനായിട്ടായിരിക്കാം, വേറെ എന്തെങ്കിലും വഴിക്കായിരിക്കും. ഞങ്ങൾക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുന്ന സമയമാണ്. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞങ്ങളൊരു പറ്റം ആൾക്കാരാണ്, ഞാൻ ആഷിഖ്, ക്രെഗ് എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക ഫാൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ സീനിയേഴ്സാണ്. അപ്പൊ ക്യാൻറ്റീനിൽ ഞങ്ങൾ മറ്റേ കുങ്കുമായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ്. വരുന്ന എല്ലാ ജൂനിയേഴ്സ് ഞങ്ങൾ തൊട്ട് കൊടുക്കും, മാറ്റാൻ പാടില്ല. അന്ന് റിലീസ് ഡേ ആണ്. അപ്പൊ അന്നത്തെ 1100 മൊബൈലിലൊക്കെ ഞങ്ങൾ ഈ റിംഗ് ടോൺ സെറ്റ് ചെയ്തിട്ട് എന്താണ് ബെല്ലടിച്ച് ഞങ്ങൾ വരാതെ കൂടെ ഇങ്ങനെ നടക്കും. ഈ റിംഗ് ടോൺ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ആരാധിച്ച് കണ്ടിരുന്ന വ്യക്തികൾ അവരൊക്കെയാണ്. എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. ഇതിനപ്പുറം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നിൽക്കുന്ന 2 താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും, അവരെ പറ്റിയിട്ട് പൊതുജനത്തിനിടയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് രണ്ടുപേരെയും കുറിച്ച്. ഇപ്പൊ മോഹൻലാൽ വളരെ സൗമ്യനാണ്, എല്ലാവരുമായി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. സെറ്റിൽ ഏറ്റവും ഞാൻ താഴ്ന്ന എന്ന് പറയുന്നില്ല, അതായത് ലൈഫ് ബോയ് തൊട്ടിട്ടുള്ള ആളുകളുമായി സൗഹൃദത്തിൽ കഴിയുന്ന ഒരാളാണ് എന്നൊക്കെ മോഹൻലാലിനെ പറ്റി കഥകൾ കേൾക്കുന്നുണ്ട്. മമ്മൂട്ടിയെ പറ്റി നേരെ തിരിച്ചാണ് കേൾക്കുന്നത്. ധിക്കാരമാണ്, അധികം ആരുമായി സൗഹൃദമില്ല, ആരെയും അടുപ്പിക്കില്ല, എല്ലാവരെയും ഒരു അകൽച്ചയിൽ നിർത്തുന്നതെന്ന്. ഞാനിത് താങ്കളോട് ഇത്ര കൃത്യമായി ചോദിക്കാൻ കാരണം, ഒരു വടക്കൻ വീരഗാഥയുടെ സംവിധാന സമയത്ത് അതിന്റെ സെറ്റിൽ വെച്ച് ഒരു സന്ദർഭത്തിൽ മമ്മൂട്ടി എന്തോ ചില കാരണത്താൽ സെറ്റിൽ വരാതിരുന്നപ്പോൾ അത് പാക്കപ്പ് ചെയ്യുകയും ഇനി ഇയാൾ ഈ സിനിമയിൽ വേണ്ട എന്ന് ശ്രീ ഹരിഹരൻ PVGയോട് പറഞ്ഞു എന്നൊക്കെയുള്ള ഒരു കഥ സിനിമാ മേഖലയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ധിക്കാരം മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ സിനിമയിലുള്ള ഗോസിപ്സുകളൊന്നും കേട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കരുത്. അതൊക്കെ വെറും ഗോസിപ്പ്. എന്തെങ്കിലും പത്രങ്ങൾക്ക് ആർക്കൊക്കെ എഴുതാൻ എന്തെങ്കിലും മാറ്റർ വേണ്ടേ? പ്രേംനസീറിന് ശേഷം ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിന്റെ കൂടെയാണ്. മമ്മൂട്ടി എന്റെ മാതിരി തന്നെയാണ്. ഞങ്ങൾ ഒരേ നക്ഷത്രമാണ്. ഭയങ്കര പിശാകാണ്. ഞങ്ങൾ ചൂടന്മാരാണ്. ചൂടാവും. ഈ ചൂട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ചൂടല്ലാതെ പുറമായി ഉള്ള പെർഫോമൻസ് ഒന്നും മമ്മൂട്ടിക്കില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മമ്മൂട്ടിന്റെ ഉള്ളിൽ വേറൊരു മമ്മൂട്ടി ഇല്ല. അതാണ് മമ്മൂട്ടിന്റെ ക്യാരക്ടർ. മോഹൻലാലിന്റെ ഉള്ളിലുണ്ട്. അതെനിക്കറിയില്ല.
ഞാൻ മോഹൻലാലിനെ അത്ര അത് അങ്ങനെ എന്തിനാ ഞങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? ഞാൻ അങ്ങനത്തെ ഒരു ക്ലോസ്. പിന്നീട് ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങളില്ലാതെ 10 വർഷം, ഞാൻ പറയുന്നു, നിങ്ങളില്ലാതെ ഒരു 10 വർഷമെങ്കിലും മലയാള സിനിമ മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ അടുത്ത ആഴ്ചയിലാണ് ഞാൻ ലോഹിതദാസിനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സിബി മലയിലിന് വേണ്ടി. അദ്ദേഹം തനിയാവർത്തനം എന്ന കഥയാണ് ഇഷ്ടപ്പെട്ടത്. ആ കഥ വായിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇതിലെ അധ്യാപകന്റെ വേഷമെടുക്കാൻ പറ്റിയ ഒരു നടനെ പറയാവുന്നു. സിബി മലയിലാണ് ചോദിച്ചത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആർക്കു വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഒരു സംശയമില്ല പറഞ്ഞു മമ്മൂട്ടിന്ന്. ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എറണാകുളത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എറണാകുളത്ത് അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മനസ്സിലും അത് തന്നെയാണ്. വെറുതെ ഒന്ന് ചോദിച്ചു, മോഹൻലാലാണ് എങ്ങനെയിരിക്കും? ഞാൻ പറഞ്ഞു, സ്റ്റുഡന്റ് ആയിരിക്കും. കാരണം അന്ന് മോഹൻലാലിന്റെ രൂപം അതായിരുന്നു. വേൾഡിന്റെ മുത്ത് എന്നാ, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ വേൾഡ്. அவரு டெஃபினட்டா வேர்ல்டுன்ற முத்து தான். தட் டிஃபரன்ஸ். ஏன்னா எவ்வளவோ ஹாலிவுட் ஃபிலிம்ஸ் பார்த்துருக்கு, இங்கிலீஷ் ஃபிலிம்ஸ் பார்த்துருக்கு. இப்போ மம்முட்டி சார் பண்ண வெரைட்டி வந்து ஹாலிவுட் ஆக்டர்ஸ் எல்லாம் பண்ணதில்ல. நம்ம ஆக்சுவலா ஹாலிவுட்ல யாராச்சும் நல்லா ஆக்ட் பண்ணா அவங்கள வந்து ஹாலிவுட் மம்முட்டின்னு சொல்லலாம். அந்த அளவுக்கு இவர் ஒரு நல்ல ஆக்டர். 3 times நேஷனல் அவார்டு வாங்கியிருக்காரு. இப்போ இவ்வளோ வருஷத்துக்கு அப்புறம் கூட அவர் இவ்வளோ வெரைட்டி பண்ணிட்டு ரொம்ப எனர்ஜெட்டிக். ஸோ எனக்கு வந்து நான் மம்முட்டி சார் வந்து எனக்கு ஃப்ரெண்டு மட்டும் இல்லை, நான் அவருக்கு ரொம்ப ஒரு ஃபேன். മോഹൻലാലോ മമ്മൂട്ടിയോ? മമ്മൂട്ടി. இந்த கதையை எழுதி இல்ல இந்த கதையை யோசிச்சு கிட்டத்தட்ட ஒரு 6-7 வருஷம் இருக்கும். நான் முதல்ல அஸ்னேட்டா இருக்கப்ப தோன்றிய கதைகள்ல ஒரு கதை அது. அப்ப தோன்றப்பே அவர் தான் நடிக்கணும் அப்படின்னு நான் நினைச்சிருந்தேன். பட் அவர் எப்படி ரீச் பண்றதுன்னு தெரியாம இருந்துச்சு. பட் தங்கமீன்கள் அவருக்கு ஒரு பிடிச்ச படமா இருந்தப்ப அந்த டோர் வாஸ் ஓப்பன் ஈஸிலி. இப்போ அந்த கதை சொன்னா அவர் நடிக்கிறேன்னு சொன்னாரு. சொல்லலாம். பட் சோ அந்த கதை அவர் மட்டும் தான் நடிக்க முடியும்னு நினைச்சு, சில கதை அப்படி எழுதுறப்பே தோணுது நடிச்சாதான் கரெக்டா இருக்கும்னு சொல்லி. நீங்க எழுதுறப்பே உங்களுக்கு வந்து அவர் நடிச்சாதான் கரெக்டா இருக்கும் அப்படின்னு சொல்லி. அவருடைய பெரிய ஃபேன் நானு. அவருடைய சுகீர்தம், தனியாவர்த்தன் அப்படி நிறைய படங்கள்ல வந்து ஒரு அம்பேத்கர் ஒரு அன்பிலியபிள் ஆக்டர், அவர்கிட்ட கத்துக்கிறதுக்கு நிறைய இருக்கு. சோ ஐம் சோ த்ரில். அந்த படம் ஸ்டார்ட் பண்றது பத்தி ரொம்ப த்ரில்டா இருக்கேன். வெரி நைஸ் சார். As a film offer to act with someone like Mammootty, I would definitely try and consider it. ഒക്കെ കുറിച്ചൊരു ക്യാമറയിലേക്ക് നോക്കി എന്തെങ്കിലും പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഏതാണ്ട് 28 വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. 28 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഒരു അഭിനേതാവ് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ, ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു സുഹൃത്ത്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കഴിഞ്ഞ 28 വർഷങ്ങളായി ഞങ്ങൾ ഏതാണ്ട് ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അതിനിടയിൽ ഏതാണ്ട് 50-ൽ കൂടുതൽ ചിത്രങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചു. അന്യോന്യം സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അഭിനേതാവ് എന്ന നിലയിലൊക്കെ വളരെ ഉയരത്തിലാണ് അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് സംഭാവന ചെയ്തു എന്നതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ ഉയരത്തിലാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കട്ടെ, സർവശക്തൻ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.